എന്റെ ജേർണൽ കളക്ഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പണ്ട് മുതലേ ഈ ജേർണൽ ഉപയോഗിക്കുന്ന ആളാണ്. പണ്ട് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഡയറിയിലൊക്കെ ഇങ്ങനെ തുടങ്ങി പിന്നെയാണ് അത് ജേർണൽ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് മാറുന്നതും അതിൽ ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആക്ച്വലി ജേർണൽ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അല്ലെങ്കിൽ നമ്മുടെ ട്രാവൽ ജേർണൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതാനുള്ള റാൻഡം ആയിട്ടുള്ള ജേർണലുകൾ, ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജേർണലുകൾ, പ്ലാനറുകൾ, ഇതൊക്കെ നമ്മൾ ജനറലി ജേർണൽ എന്നാണ് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഐ ഹാവ് എ കളക്ഷൻ. അത് ഏതൊക്കെയാന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കുറെയൊന്നുമില്ല, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇതാണ് എന്റെ കയ്യിലുള്ള ജേർണലുകൾ. ഓരോന്ന് എന്താന്നുള്ളത് നോക്കാം. ആദ്യത്തത് ഈ ജേർണൽ. ഇത് സാധാരണ ഒരു ഡയറിയാണ്. ഇതിൽ ഞാൻ റാൻഡം ആയിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ എന്റെ മൈൻഡ് ഇങ്ങനെ ഭയങ്കര സ്റ്റക്കായി നിൽക്കുന്ന, ഭയങ്കര ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനും എന്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ ജേർണൽ. എനിക്ക് എന്റെ മൈൻഡിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ ജേർണൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ആ കൺഫ്യൂഷൻ അങ്ങോട്ട് മാറും. ഓക്കെ, എനിക്കൊരു കാര്യത്തിനെ പറ്റി തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായാലും ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതും. അവസാനം എനിക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും എഴുതാറൊന്നുമില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഈ ജേർണൽ ഉപയോഗിക്കാറുള്ളത്. അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ജേർണലാണ്. ഇതിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങൾ ഞാൻ എവിടെയെങ്കിലും വായിച്ച് കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലോ സീരീസിലോ ഒക്കെ കേട്ടിട്ടുള്ള എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പം എന്തെങ്കിലും കോട്ട്സ് ആവാം, ഡയലോഗ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ആവാം, അത് ഞാൻ എഴുതി വെക്കുന്ന ഒരു ജേർണലാണിത്. പിന്നെ എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റിയിട്ട് എനിക്കുള്ള ഒപ്പീനിയൻസ് ഒക്കെ ഞാൻ ഈ ബുക്കിൽ എഴുതാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ചിത്രവും വരക്കാറുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഓരോ ദിവസം ഒരു കോട്ട് എന്നുള്ള ഒരു പരിപാടി ചെയ്തിരുന്നു. അതിന്റെ ഔട്ട്കമാണിത്. See, that's it about this journal. Next one, this journal. ഇത് സത്യം പറഞ്ഞാലേ കുറെ കാലമായിട്ട് എന്റെ കയ്യിലുള്ളതാണ് കേട്ടോ. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആണ്. ഇതിൽ നമുക്ക് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതാനും നമ്മളെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ 3 കാര്യങ്ങൾ എഴുതാനും എങ്ങനെയാണ് ആ ദിവസം ഭയങ്കര ഗ്രേറ്റ് ആക്കാൻ പറ്റാന്നുള്ള ഒരു കാര്യം എഴുതാനും ഉണ്ട് രാവിലെ. നൈറ്റ് ആ ദിവസം നടന്ന വണ്ടർഫുൾ ആയിട്ടുള്ള 3 കാര്യം ആൻഡ് ആ ദിവസം നമുക്ക് എങ്ങനെ ഈവൻ ബെറ്റർ ആക്കാൻ പറ്റാന്നുള്ളതും എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്. This. See this? ചില ദിവസം ഞാനിത് എഴുതാറില്ല. കാരണം ചില ദിവസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്കിങ്ങനെ കുത്തി വരച്ച് എഴുതാനുള്ള ഒരു മൂഡായിരിക്കും. അപ്പൊ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതാൻ എനിക്ക് തോന്നൂല. കാരണം ഇതിൽ 2 വരിയൊക്കെ ഉണ്ടാവുള്ളൂ ഓരോ കാര്യത്തിനെ പറ്റി എഴുതാൻ. അടുത്തത് ഐ ഹാവ് എ പ്ലാനർ. ഈ വർഷത്തിന്റെ പ്ലാനർ ആണ് ദിസ് വൺ. ഇതെനിക്ക് കാൽപ് ഷോപ്പിൽ നിന്ന് കൊളാബായിട്ട് അയച്ചതാണ്. ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് ആക്ച്വലി ആ കൊളാബ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ആൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. പിന്നെ ഈ വർഷം നമ്മുടെ ഗോൾ സെറ്റിംഗ്, നമ്മുടെ വിഷൻ ബോർഡ്, നമ്മുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം എഴുതാനുള്ള സ്പേസ് ഉണ്ട്. മന്ത്ലി പ്ലാൻ ചെയ്യാനുള്ള ഒരു കലണ്ടർ ഉണ്ട്. ഓരോ ദിവസത്തെ നമ്മുടെ ടാസ്ക് ഒക്കെ എഴുതാനുള്ള സ്ഥലം, നമ്മുടെ ടോപ്പ് ടാസ്കുകൾ എഴുതാനുള്ള, പ്രയോറിറ്റീസ് എഴുതാനുള്ള, റിമൈൻഡേഴ്സ് ഒക്കെ ഇതിനുള്ള സ്പേസ് ഈ ബുക്കിലുണ്ട്. ഈ പ്ലാനർ ഞാനിപ്പോൾ 26 തുടങ്ങിയതിന് ശേഷം ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ലാസ്റ്റത്തത് ദിസ് വൺ. കണ്ടാൽ തന്നെ ഒരു എസ്തെറ്റിക് ലുക്ക് ഇല്ലേ? ഇതിലെന്താന്ന് പറഞ്ഞാലേ എന്റെ ലൈഫിൽ നടന്ന എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, ഞാൻ ഒരിക്കലും മറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില മൊമെന്റ്സ് അത് ഞാൻ എഴുതുന്ന ഒരു ബുക്കാണ് കേട്ടോ ഇത്. ജസ്റ്റ് ലൈക്ക് മൈ ബക്കറ്റ് ലിസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ്സ്, ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെയുള്ള മൊമെന്റ്സ് ഒക്കെ കുറിച്ച് വെക്കുന്ന ഒരു ബുക്കാണ്, ഒരു ജേർണലാണിത്. ഇതിൽ ഫോട്ടോസ് ഞാൻ വെക്കാറുണ്ട്. ഞാൻ പ്രിന്റ് എടുത്തിട്ട്, ഫോട്ടോ കളർ പ്രിന്റ് ഒക്കെ എടുത്തിട്ടോ ഒക്കെ ആയിട്ട് ഞാനിതിൽ വെക്കാറുണ്ട്. അതിനെപ്പറ്റി എഴുതുകയും ചെയ്യും. ഐ ഷോ യു സംതിങ്. സൺഫ്ലവർ, വർക്കല സ്റ്റേജിലെ പെർഫോമൻസ്, ഒപ്പന കളിച്ചത്, ഹോളി, കൊറിയൻ ഫുഡ് കഴിച്ചത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ജേർണലിലുണ്ട്. ഇതിനങ്ങനെ ഒരു വർഷത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സമയം എപ്പോഴാണ് ഉണ്ടാവുന്നത് അത് നമ്മൾ ഫോട്ടോ ആക്കിയിട്ട് എടുത്തിട്ട് ഇതിലൊട്ടിച്ച് അതിനെ പറ്റി എഴുതാം. ഇതാണ് ഈ ഒരു ജേർണലിന്റെ പരിപാടി. സോ ദാറ്റ്സ് ദ കളക്ഷൻ ഓഫ് മൈ ജേർണൽ. എനിക്ക് ആക്ച്വലി ജേർണൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പലതരത്തിൽ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്റെ മൈൻഡ് റിലാക്സ് ആക്കാനും, എനിക്കുള്ള ഹാപ്പി മൊമെന്റ്സ് ഓർത്ത് വെക്കാനും, എനിക്ക് വേണ്ട പ്രോഗ്രസ് നോട്ട് ഓൺ ചെയ്ത് ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ഈ ജേർണലിംഗ് പരിപാടികൾ, പ്ലാനിംഗ് പരിപാടികൾ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇഫ് യു ആർ നോട്ട് ഇൻ ടു ജേർണൽ, this is your sign to start journaling in 2026. because നിങ്ങൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇമോഷണൽ കാര്യങ്ങളും മെന്റൽ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക ഈ ഒരു ജേർണലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ആയിരിക്കും. So that's it for this video. I'll come with another thing in another video. Till then, bye.